ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ കൺവേർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടും അതേപോലെ ഡിഫറെൻറ്റ് ബോഡീസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു ആവശ്യകത, അതിന് ഇമ്പോർട്ടൻസ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വേണമെന്ന് പറയുന്നതും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതൊക്കെയാണ്. When there is a different firm use different methods of recording the transaction, comparison become difficult. In the absence of uniform set of rules, there will be a lot of problems. അതായത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് കമ്പനീസ് പുതിയ കമ്പനീസ് എമേർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിനാൻഷ്യൽ നമ്മുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. അപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് പബ്ലിക് എന്ത് ചെയ്യുന്നത്, ആ കമ്പനിയെക്കുറിച്ച് വിലയിരുത്തുന്നത്. അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് ഉണ്ട്. ദെൻ ആ സമയത്ത് നമുക്ക് ഈ എല്ലാ കമ്പനീസിനും യൂണിഫോം ആയിട്ട് ഒരേപോലത്തെ റൂൾസും റെഗുലേഷനും പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ ഗൈഡ് ലൈൻസും ഒന്നും ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഡിഫറെൻറ്റ് കമ്പനീസിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കമ്പാരിസൺ വേണമല്ലോ, എങ്കിലല്ലേ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഏതൊരു കമ്പനിയുടെയും മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആവശ്യം. ദെൻ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റണം, കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ പറ്റണം. ദെൻ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഡിഫറെൻറ്റ് ഇയേഴ്സിലത്തേത് കമ്പയർ ചെയ്യാൻ പറ്റണം, ഡിഫറെൻറ്റ് കമ്പനീസുമായി കമ്പയർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനൊക്കെ യൂണിഫോം സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പബ്ലിക്കിന് അതിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഗവൺമെൻറ്റിന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി തിരിച്ചും ഗവൺമെൻറ്റിന് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിലും എന്ത് വേണം, യൂണിഫോം സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ വേണം. സോ അതില്ലെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം എന്തെല്ലാം പ്രോബ്ലംസാണ് ഉണ്ടാവുക എന്നുള്ളത്. ഓരോ കമ്പനി ഓരോ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത്. ദിസ് വിൽ മേക്ക് ദ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസി, റെലവൻറ്റ്, റിലയബിൾ, അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് കമ്പാരബിൾ. അതുകൊണ്ട് തന്നെ യൂണിഫോം സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും റെലവൻ്റ് ആക്കാനും റിലയബിൾ ആക്കാനും അണ്ടർസ്റ്റാൻഡബിൾ ആക്കാനും ആൻഡ് കമ്പാരബിൾ ആക്കാനും എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ദിസ് ഈസ് സോട്ട് ടു ബി അച്ചീവ്ഡ് ബൈ ഡെവലപ്പിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ദെൻ ഇതെങ്ങനെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെയാണ് പറ്റുക, ബൈ ഡെവലപ്പിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. ദെൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മാനദണ്ഡങ്ങൾ, കുറച്ച് റൂൾസ് അല്ലെങ്കിൽ റെഗുലേഷൻസ്, അതൊക്കെയാണ് എന്തിൽ വരുന്നത്, സ്റ്റാൻഡേർഡ്സിൽ വരുന്നത്. ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ഡിസൈൻഡ് ഇൻ ഹാർമോണിയസ് ഡൈവേഴ്സ് അക്കൗണ്ടിങ് പ്രാക്ടീസസ്. These are written statements issued from time to time by professional accounting bodies such as ICAI, certified public accountants or institution, etc. നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഹാർമോണിയസ് ഡൈവേഴ്സിങ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് ആയിട്ടാണ്. ഇത് എന്താണ്, പ്രൊഫഷണൽ അക്കൗണ്ടിങ് ബോഡീസ് ഓരോ സമയത്തും അതിൻ്റെ എല്ലാ മാറ്റങ്ങളും ഉൾക്കൊള്ളുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. ആരൊക്കെയാണ്, നമ്മുടെ ICAI നിങ്ങൾക്കറിയാം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആൻഡ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദെൻ കൊഹ്ലർ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എ മോഡ് ഓഫ് കണ്ടക്ട് ഇമ്പോസ്ഡ് ഓൺ അക്കൗണ്ടൻസ് ബൈ ലോ, കസ്റ്റം ഓർ പ്രൊഫഷണൽ ബോഡി. Accounting standards are a regulatory framework within which financial statements are prepared. They are the rules that ensure uniformity in preparation, presentation and reporting accounting information. അതാണ് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് പറയുന്നത്. അതെന്താണ്, റെഗുലേറ്ററി ഫ്രെയിം വർക്കാണ്. കുറച്ച് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള കുറച്ച് ഫ്രെയിം വർക്ക്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. വിത്തിൻ വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ്. അതിൻ്റെ ഉള്ളിലായിരിക്കണം അല്ലെങ്കിൽ അതനുസരിച്ചായിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്.
ദേ ആർ ദ റൂൾസ് ദാറ്റ് എൻഷുർ യൂണിഫോമിറ്റി ഇൻ പ്രിപ്പറേഷൻ. അതെന്തൊക്കെയാണ്? റൂൾസാണ് എൻഷുർ ചെയ്യുക എന്തിനു വേണ്ടിയിട്ട്? പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മളത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ദെൻ ആ റെക്കോർഡ് ചെയ്തിട്ടാണ് നമ്മൾ ജേണലാക്കുന്നതും അത് ലെഡ്ജറാക്കുന്നതും ട്രയൽ ബാലൻസ് ആക്കുന്നതും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റുന്നതും. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ എന്തുണ്ടായിരിക്കും? ഒരു യൂണിഫോമിറ്റി, എല്ലാ സ്ഥാപനങ്ങളും ഒരു യൂണിഫോം രീതിയിലായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതാണ് അതെങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ നമുക്കിങ്ങനെ പറയാം: ഇറ്റ്സ് എ കോമൺ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ഡിഫൈൻ ദ ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പോളിസീസ്. Then what are the objectives of accounting standards? എന്തൊക്കെയാണ് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ്? ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ഇൻഫോർമേഷൻ തന്നെയാണ്. എന്ത് ചെയ്യുക? എല്ലാവർക്കും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് യൂസേഴ്സ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറെൻറ്റ് യൂസേഴ്സ് ഉണ്ട് ഒരു സ്ഥാപനത്തിൽ, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അത് അവിടുത്തെ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, ഗവൺമെൻറ് ആയിക്കോട്ടെ, സപ്ലയേഴ്സ് ആയിക്കോട്ടെ, ബാങ്കേഴ്സ് ആയിക്കോട്ടെ, ഡിഫറെൻറ്റ് റിലേറ്റഡ് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അത് ഫിനാൻഷ്യൽ പൊസിഷനും അതിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മളത് യൂസേഴ്സിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാലേ ആ കമ്പനീൻ്റെ പൊസിഷൻ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഒരു യൂണിഫോമിറ്റി, ഈ ഒരു സ്ഥാപനവും ആ ഒരു സ്ഥാപനവും ഡിഫറെൻറ്റ് സ്ഥാപനങ്ങൾ ഒരേ ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പാരിസൺ എളുപ്പമാവും, ഇൻഫോർമേഷനിൽ അക്യുറസി ഉണ്ടായിരിക്കും. രണ്ടാമത്തെ, ടു ഹാർമണൈസ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പ്രോസസ്സസ്. നമ്മുടെ ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പ്രോസസ്സസ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് പ്രോസസ്സസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒരേപോലെ ആക്കാൻ പറ്റും. ഒരു സ്ഥാപനം ഒരു രീതിയിലും മറ്റൊരു സ്ഥാപനം അതന്നെ വേറൊരു രീതിയിലും ചെയ്യുമ്പോൾ അവിടെ എന്ത് ഉണ്ടായിരിക്കും? ഒരിക്കലും യൂണിഫോമിറ്റി ഉണ്ടായിരിക്കില്ല, ഒരു റിലയബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും അത് ഫോളോ ചെയ്യും. അപ്പോൾ ഒരു പരിധി വരെ എന്തിനായിരിക്കും? അക്കൗണ്ടിങ് പ്രോസസ്സസ് ഒക്കെ യൂണിഫോം ആവും. Then to enhance the contents. Another objective of accounting standard is to enhance the credibility and comparability of financial statements. Financial statements in the comparison possible ആക്കുന്നു. Then communicate uniform results. ഓരോ സ്ഥാപനവും ഓരോ രീതിയിൽ അല്ലാതെ ഒരു സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്ത് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് യൂണിഫോം റിസൾട്ട് ആയിരിക്കും തരുന്നത്. ആൻഡ് ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. ഡിഫറെൻറ്റ് കമ്പനീസിനെയും അല്ലെങ്കിൽ ഈ കമ്പനീനെ തന്നെ ഡിഫറെൻറ്റ് ഇയേഴ്സിലേതും നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതുവഴി നമുക്ക് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അത്രത്തോളം റിലയബിൾ ആവുന്നു, വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നു. കാരണം ആ കമ്പനിയുടെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല, യൂണിഫോം സെറ്റ് ഓഫ് റെഗുലേഷൻസിന് ബേസിൽ ചെയ്തതാണ്. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസും. ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉറപ്പുവരുത്തുന്നു. യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും. എലിമിനേഷൻ ഓഫ് ആംബിഗ്വിറ്റി. നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഈ ഒരു യൂണിഫോം സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിൻ്റെ അക്യുറസി അതിന് അത്രത്തോളം നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. കമ്പാരിസൺ വളരെ വലിയൊരു പോയിൻ്റാണ് കമ്പാരിസൺ. ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് മാനേജീരിയൽ അക്കൗണ്ടബിലിറ്റി. മാനേജീരിയൽ എഫിഷ്യൻസിയാണ് അത് കാണിക്കുന്നത്. കാരണം അത്രത്തോളം ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നത് പ്രോഫിറ്റബിലിറ്റി ആയാലും ലിക്വിഡിറ്റി ആയാലും അതിൻ്റെ സോൾവൻസി, എത്രത്തോളം ക്യാഷ് ഉണ്ട്, അതിന് എത്രത്തോളം ലയബിലിറ്റി ഉണ്ട്, എത്രത്തോളം അസറ്റ് ഉണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അത് കാണിക്കുന്നത് കൊണ്ട് തന്നെ അതും അത്രത്തോളം മാനേജീരിയൽ അക്കൗണ്ടബിലിറ്റി നമുക്കവിടെ ഉറപ്പ് വരുന്നു. ദെൻ യൂസ്ഫുൾ ടു ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, റിസർച്ചേഴ്സ്. നമുക്കറിയാം ഡിഫറെൻറ്റ് യൂസേഴ്സ് കമ്പനിയുടെ, അവർക്കൊക്കെ അതുകൊണ്ട് ഹെൽപ്ഫുള്ളാണ് ആവുന്നത്. ആൻഡ് റൈസസ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മളൊരു റെഗുലർ പീരീഡിൽ എക്സാമിൻ ചെയ്യും, വെരിഫൈ ചെയ്യും. അത് എങ്ങനെയൊക്കെയാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓരോ വർഷവും കമ്പനി എന്ത് ചെയ്യണം? ഓഡിറ്റിംഗ് നടത്തണം.
ഓഡിറ്റേഴ്സ് വന്നിട്ട് ഓഡിറ്റിംഗ് നടത്തും. ഓഡിറ്റേഴ്സ്, കമ്പനിക്ക് ഓഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും, പുറത്തുനിന്നുള്ള ഓഡിറ്റേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ 4th or 5th സെമ്മിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട. ആ ഓഡിറ്റിംഗ് നടത്തുന്നത് കൊണ്ട് തന്നെ നമുക്കത് അത്രത്തോളം എന്താണ്, പെർഫെക്റ്റാണ്. ദെൻ ഡെവലപ്പ്. പിന്നെ നമ്മൾ പെർഫെക്റ്റാന്ന് പറഞ്ഞാൽ ഇതിലും മാൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്, അത് അത്രത്തോളം കഴിവുള്ളവരായിരിക്കും, അല്ലാതെ നമ്മളിതിൻ്റെ ലൂപ്പ് ഹോൾ വെച്ചിട്ടല്ല. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ. ദെൻ എങ്ങനെയാണ് ഇന്ത്യയിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ആയിട്ടുള്ളത്? It is essential that financial statements should reflect true and fair view of financial results of business enterprises. In practice, different accounting methods are used in the preparation of presentation of financial statement. Necessity is the mother of invention is an old age adage. Accordingly, over a period of time, accounting professionals try to standardize set of rules and necessity accounting procedure. അതായത് നമുക്ക് കുറേ വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഒരു ആവശ്യകത ഉണ്ട്, ഇങ്ങനെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരേണ്ട ഒരു ആവശ്യകത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് അക്കൗണ്ടിങ് പ്രൊഫഷണൽസ് അവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിശ്രമത്തിലൂടെയാണ് നമുക്കിങ്ങനെ ഒരു യൂണിഫോമിറ്റി എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, നമ്മുടെ ഗ്യാപ്പ് in India has very lenient permitting enterprises to adopt accounting procedure at the discretion of the individual entrepreneurs. This has led to collapse of big corporation enterprises in India. നമ്മുടെ ICI recognizes the need to harmonize the diverse accounting policies and practices in use in India. നമ്മുടെ ICI ആണ് എന്ത് ചെയ്തത്, തിരിച്ചറിഞ്ഞത് നമ്മുടെ ഇന്ത്യയിൽ എന്ത് വേണം, കുറച്ച് യൂണിഫോമിറ്റി വേണം എന്നുള്ളത്. ഫോളോയിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അങ്ങനെയാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായത്. ദെൻ ICAI also took steps to develop accounting standards in India. Accordingly, the ICAI constituted the Accounting Standard Board on 21st April 1977. നമ്മുടെ ICAI അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡ് ഓൺ 21st April 1977 എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യയെക്കുറിച്ച് ASBയെ കുറിച്ച് പറയുന്നുണ്ട്. ASB was set up in India on 21st April 1977 with a view to harmonize diverse accounting policies and practices in India. ദെൻ ഇതാരാണ് സെറ്റപ്പ് ചെയ്തത്, നമ്മുടെ ICAI ആണ് സെറ്റപ്പ് ചെയ്തത്. ICAI ഈസ് വൺ ഓഫ് ദി മെമ്പർ ഓഫ് IASC. IASC പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി, ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയുടെ ഒരു മെമ്പറാണ് നമ്മുടെ രാജ്യത്തെ ICAI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. ദെൻ അവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ രാജ്യത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. Then ASB given much weight to the standards issued by IASC. ICAI tries to incorporate those international standards in India in the light of conditions and practices prevailing in India. Accounting Standard Board of India 1977 എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ICAI ആണത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ദെൻ ഈ ICAI എന്ന് പറയുന്നത് IASCയുടെ ഒരു മെമ്പറാണ്. IASC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി, ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള. ദെൻ അവരുടെ ഡിഫറെൻറ്റ് പോളിസീസിലും ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മുടെ ICAI ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഡിഫറെൻറ്റ് ഇൻ്റർനാഷണൽ കമ്പനീസിൻ്റെ ബേസിസിൽ നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ലിമിറ്റേഷൻ ഉണ്ട് ഇന്ത്യൻ കമ്പനീസിന്, ഇന്ത്യൻ കമ്പനിയിലെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഇന്ത്യയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും ഇന്ത്യയിൽ അത് നടപ്പിലാക്കുന്നതും നമ്മുടെ ICAI ആണ്. ദെൻ അതിന് വേണ്ടിയിട്ടാണ് ICAI എന്ത് ചെയ്തിട്ടുള്ളത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ICAI try to incorporate those international standards in India. ആ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അവിടെ നടപ്പിലാക്കുന്നതൊക്കെ ഇന്ത്യയുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് ഇവിടെ ചെയ്യുന്നതാരാണ്, ICAI. അതായത് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ള പറഞ്ഞ സ്ഥാപനം തുടങ്ങിക്കൊണ്ട് അത് ചെയ്യുന്നത് നമ്മുടെ ICAI ആണ്. കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ.
ദെൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഒബ്ജക്റ്റീവ്സ്? ഡിറ്റർമൈൻ ദ ഏരിയാസ് ഇൻ വിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നീഡ് ടു ബി ഡെവലപ്ഡ്. ഏതൊക്കെ ഏരിയസിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യണം? To formulate accounting standards with a view to assisting the Council of ICAI in involving establishing accounting standards in India. എന്തൊക്കെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്? ഏതെല്ലാം രീതിയിൽ ഇവോൾവ് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം? To examine how far the relevant information, accounting standard or international financial reporting standard can be adapted with formulating accounting standard. ഏതെല്ലാം ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മുടെ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്? ടു റിവ്യൂ ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അറ്റ് പീരിയോഡിക്കൽ ഇൻ്റർവെൽസിനനുസരിച്ച് അതെന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം. ദെൻ ടൈം ടു ടൈമിൽ എന്ത് ചെയ്യണം? ഗൈഡൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ക്ലാരിഫിക്കേഷൻസ് കൊടുക്കണം. അതർ ഫങ്ഷൻസ്, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള അതർ ഫങ്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അവർക്ക് ഒരുപാട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ ഇൻ്റർനാഷണൽ ലെവലിൽ നടപ്പിലാക്കുന്ന ഒരു പോളിസി അത് ഇന്ത്യയിൽ എങ്ങനെ ചെയ്യണം, ഏതെല്ലാം രീതിയിൽ അത് അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് ഫിക്സ് ചെയ്യുന്നത്. ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ്? To consider the applicable laws, customs, usage and business environment prevailing in India while formulating accounting standards. Then to actively promote pronouncements of international accounting standards in the country. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. To pursue the concerned parties to adapt accounting standards in the presentation of financial statement. ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എങ്ങനെ നമ്മളതിവിടെ അഡോപ്റ്റ് ചെയ്യണം, അത് ഏതെല്ലാം രീതിയിൽ നമുക്കിവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ അഡോപ്റ്റ് ചെയ്യാം എന്നുള്ള അതിന് വേണ്ട ഗൈഡ് ലൈൻസും അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസും അല്ലെങ്കിൽ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യലാണ് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ചെയ്യുന്നത്. ദെൻ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. എന്തൊക്കെയാണ് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഇമ്പോർട്ടൻസ്? നമ്മൾ പറഞ്ഞു, ഒരു ഇന്ത്യ എന്ന് പറഞ്ഞാൽ, ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രം ബേസ്ഡ് ആയിട്ടല്ല, അത് ഡിഫറെൻറ്റ് മൾട്ടിനാഷണൽ കമ്പനീസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. നമ്മുടെ ഇവിടെ എന്തിനായിരിക്കും, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരിക്കും, പക്ഷേ അതിൻ്റെ ഓപ്പറേഷൻ ഡിഫറെൻറ്റ് രാജ്യങ്ങളിലായിരിക്കും. അതേപോലെ ഡിഫറെൻറ്റ് ഫോറിൻ കമ്പനീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനൊക്കെ ഗ്ലോബലായിട്ട് എന്ത് ചെയ്യണം, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ അല്ലെങ്കിൽ കുറച്ച് ഗൈഡ് ലൈൻസ്, കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെന്തെല്ലാം നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ആണ് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് ഉള്ളത് എന്നുള്ളതാണ്. ദെൻ അങ്ങനെ ഉണ്ടെങ്കിലും അതെന്ത് ചെയ്യണം, ഓരോ രാജ്യത്തെ റിക്വയർമെൻറ്റിനനുസരിച്ചും അതിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസും വരുത്തും വേണം. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ലോകം എന്താണ് ഒരു കുടക്കീഴിലാണ്. Including globalization of accounting practices. Each and every country in the world has its own set of rules and regulations for financial accounting and reporting practices. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ വർഷാവസാനം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്ത് അതെല്ലാവർക്കും പബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് നമ്മുടെ രാജ്യത്തുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ. അതുപോലെ ആയിരിക്കണം എന്നില്ല വേറെ ഡിഫറെൻറ്റ് കൺട്രീസിൽ. അപ്പോൾ അതാണ് പറയുന്നത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അങ്ങനെ ഗ്ലോബലായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് ഡിഫറെൻറ്റ് കൺട്രീസിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ആവശ്യകത ഡെവലപ്മെൻറ്റ് ഓഫ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൻ്റെ ഡെവലപ്മെൻറ്റ് കാരണം ഒരു രാജ്യത്തുള്ള ബിസിനസ് ആ രാജ്യത്ത് മാത്രമല്ല ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് കൺട്രീസിൽ അതിന് ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. മൾട്ടിനാഷണൽ കമ്പനീസ്, സച്ച് കമ്പനീസാണ് മൾട്ടിനാഷണൽ കമ്പനീസ്. ദെൻ ഗ്രോത്ത് ഓഫ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്. നമുക്കറിയാം, നമുക്ക് ക്യാപിറ്റൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് മാത്രമല്ല, നമുക്ക് ഡിഫറെൻറ്റ് ഇൻ്റർനാഷണൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ പറ്റും. അതും എന്താണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ദെൻ ലെജിസ്ലേറ്റീവ് റിക്വയർമെൻറ്റ്. ഒരുപാട് നിയമപരമായിട്ട് എന്തുണ്ട്, ഒരുപാട് യൂണിഫോമിറ്റിയും ഹാർമോണൈസേഷനും റാഷണലൈസേഷനും കമ്പാരിസണൊക്കെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്തൊരു കമ്പനിയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും പുറത്തൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. ഇതൊക്കെ കൂടാതെ കുറച്ച് വേറെ ചെറിയ ചെറിയ രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. സേവിങ് ടൈം ആൻഡ് കോസ്റ്റ്. നമുക്കൊരുപാട് സമയം ലാഭിക്കാൻ വേണ്ടി ഈ യൂണിഫോമിറ്റി ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ അത് ഈസിയർ ആക്കുന്നു. ഇവിടുത്തെ കമ്പനിയും പുറത്തുള്ള കമ്പനിയും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു യൂണിഫോമിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ അത് ടൈം സേവ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്.
ബെറ്റർ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ, ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്പയർ ചെയ്യാൻ, അതായത് അവിടുത്തെ ഫിനാൻഷ്യൽ ഡാറ്റയും ഇവിടുത്തെ ഫിനാൻഷ്യൽ ഡാറ്റയും കമ്പയർ ചെയ്യാൻ. ഇൻക്രീസിങ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ്, ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കമ്പനി ഈ ഒരു രാജ്യത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിക്ക് പുറത്തുള്ള രാജ്യത്തെ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയെങ്കിലല്ലേ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ അയാൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇൻക്രീസിങ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ്. ദെൻ ഈസ് ഇൻ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, ഡിഫറെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി നമുക്ക് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അറിയാം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അറിയാം, ഡിഫറെൻറ്റ് രാജ്യത്തേത് അറിയാമെങ്കിൽ നമുക്ക് അത് എത്രത്തോളം എന്ത് ചെയ്യും, ഈസി ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡും ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെയും ഒക്കെ ഒരു ഇമ്പോർട്ടൻസ്. ഇതിൽ ഫസ്റ്റ് വൺ, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സും അഡ്വാൻറ്റേജസും ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക.